പറയുന്നത് ജരാസന്ധ വധത്തെ കുറിച്ചാണ്. അതിനു മുൻപ് ആരാണ് ജരാസന്ധൻ എന്ന് പറയാം. മഗധയിലെ രാജാവായിരുന്ന ബൃഹദ്രഥന് 2 പത്നിമാരുണ്ടായിരുന്നു. തന്റെ 2 ഭാര്യമാരെയും അദ്ദേഹം തുല്യമായി സ്നേഹിച്ചിരുന്നു. എന്നാൽ അവർക്ക് മക്കളില്ലാത്തതിനെ തുടർന്ന് രാജ്യവും പദവിയും ഉപേക്ഷിച്ച് കാട്ടിൽ സന്യാസ ജീവിതം നയിക്കാൻ അവർ തീരുമാനിച്ചു. അതേ തുടർന്ന് അദ്ദേഹവും ഭാര്യമാരും കാട്ടിലേക്ക് പോയി. അങ്ങനെയാണ് അദ്ദേഹം കൗശിക മുനിയെപ്പറ്റി അറിയുന്നത്. ബൃഹദ്രഥൻ കൗശിക മുനിയെ സമീപിക്കുകയും തന്റെ വിഷമങ്ങൾ പറയുകയും ചെയ്തു. ഇത് കേട്ട മുനി ഒരു മാമ്പഴം നൽകിയിട്ട് ഭാര്യയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. എന്നാൽ 2 ഭാര്യമാരെയും തുല്യമായി സ്നേഹിക്കുന്ന ബൃഹദ്രഥന് മാമ്പഴം ഒരാൾക്ക് മാത്രമായി കൊടുക്കാൻ കഴിയാത്തതിനാൽ 2 പേർക്കും ആ മാമ്പഴം തുല്യമായി വീതിച്ചു നൽകി. അവർ 2 പേരും ഒരേ സമയം ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യമാർ പ്രസവിക്കുന്നത് ഒരാൺകുഞ്ഞിന്റെ ജീവനില്ലാത്ത ശരീരത്തിന്റെ ഇടതും വലതും ഭാഗങ്ങളായിരുന്നു. എന്നാൽ ഈ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയാത്ത ബൃഹദ്രഥൻ കുഞ്ഞിന്റെ 2 ശരീരഭാഗത്തെയും കാട്ടിൽ ഉപേക്ഷിച്ചു. ആ കാട്ടിൽ കഴിഞ്ഞിരുന്ന ജര എന്ന പേരുള്ള രാക്ഷസി വിശന്ന് വലഞ്ഞു വരുമ്പോഴാണ് കുഞ്ഞിന്റെ ശരീരഭാഗങ്ങൾ കാണുന്നത്. അവർ ആ ശരീരഭാഗം കൂട്ടിവെച്ച് നോക്കിയപ്പോൾ അത്ഭുതമെന്ന് പറയാമല്ലോ, അവ ഒന്നിച്ചു ചേരുകയും കുഞ്ഞിന് ജീവൻ വെക്കുകയും ചെയ്തു. ഈ കുഞ്ഞ് ബൃഹദ്രഥന്റെ ആണെന്നറിഞ്ഞ ജര അവർക്ക് തന്നെ കുഞ്ഞിനെ തിരിച്ചു നൽകി. കുഞ്ഞിന് ബൃഹദ്രഥൻ ജരാസന്ധൻ എന്ന പേരും നൽകി. രാക്ഷസിയായ ജരയുടെ അനുഗ്രഹത്താൽ കുഞ്ഞിന് അമാനുഷികമായ ശക്തികളും ലഭിച്ചിരുന്നു. കാലങ്ങൾ കഴിഞ്ഞ് തികഞ്ഞ ശിവഭക്തനായ ജരാസന്ധൻ മഗധയുടെ രാജാവായി. ജരാസന്ധന്റെ പേര് കേട്ടാലേ മറ്റു രാജ്യങ്ങളിലെ രാജാക്കന്മാർ പേടിച്ചു വിറക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് കംസന്റെ വീരകഥകൾ ബൃഹദ്രഥൻ അറിയുന്നത്. തന്റെ പുത്രിമാർക്ക് ചേർന്ന വരനാണെന്ന് മനസ്സിലാക്കി 2 പുത്രിമാരെയും കംസന് വിവാഹം ചെയ്തു നൽകി. പിന്നീടാണ് കൃഷ്ണൻ തന്റെ അമ്മാവനായ കംസനെ വധിക്കുന്നത്. തന്റെ പുത്രിമാരെ വിധവകളാക്കിയ കൃഷ്ണനോട് ജരാസന്ധന് തീർത്താൽ തീരാത്ത പകയായി. ജരാസന്ധൻ കൃഷ്ണനെ വധിക്കാനെത്തിയെങ്കിലും നടന്നില്ല. 17 തവണ ജരാസന്ധൻ മധുരയെ ആക്രമിച്ചു പരാജയപ്പെട്ടു. ശ്രീകൃഷ്ണനെ ജരാസന്ധനെ നിഷ്പ്രയാസം വധിക്കാമായിരുന്നിട്ടും കൃഷ്ണൻ വധിക്കാതെ വിട്ടു. ഒരു ദിവസം ജരാസന്ധ ബന്ധനത്തിൽ കഴിയുന്ന രാജാക്കന്മാരുടെ ഒരു ദൂതൻ ഭഗവാനെ കാണാനെത്തി. ജരാസന്ധനെ വധിച്ച് തങ്ങളെ മോചിപ്പിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഭീമസേനനും അർജുനനും കൃഷ്ണനും കൂടി രാജസൂയത്തിനായി ജരാസന്ധനെ ജയിക്കാൻ നിശ്ചയിച്ച് യാത്രയായി. ജരാസന്ധൻ വരബലം കൊണ്ട് വജ്രതുല്യ ശരീരബലമുള്ളവനാണ്. 2 ഭാഗത്തു നിന്നും 100 അക്ഷൗഹിണി പട യുദ്ധത്തിൽ നശിക്കും. സൈന്യവുമായി ഏറ്റുമുട്ടൽ ഒഴിവാക്കി ദ്വന്ദ്വ യുദ്ധമുറ തെരഞ്ഞെടുക്കാനാണ് അവർ നിശ്ചയിച്ചത്. 3 ബ്രാഹ്മണ വേഷത്തിൽ ജരാസന്ധനെ കണ്ടു. ജരാസന്ധൻ ആചാര മര്യാദ പ്രകാരം തന്നെ അവരെ സ്വീകരിച്ചു. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഭിക്ഷ നൽകണമെന്ന് അവർ ജരാസന്ധനോട് പറഞ്ഞു. ബ്രാഹ്മണരുടെ കൈകളിൽ ഞാൻ തഴമ്പ് കണ്ട ജരാസന്ധൻ അവർ വേഷം ധരിച്ചെത്തിയതാണെന്ന് തിരിച്ചറിഞ്ഞു. എന്റെ ശിരസ് വേണമെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടി തരാൻ ഒരുക്കമാണെന്ന് ജരാസന്ധൻ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട ഭിക്ഷ ദ്വന്ദ്വ യുദ്ധമാണ്. ജരാസന്ധൻ മറുപടിയായി പറഞ്ഞു, ഞാൻ ക്ഷത്രിയരോട് മാത്രമേ യുദ്ധം ചെയ്യൂ. എന്നിട്ട് അർജുനനെ നോക്കി പറഞ്ഞു, ഇവന് ക്ഷത്രിയ ലക്ഷണമുണ്ട്, പക്ഷേ ഇവൻ എനിക്ക് പറ്റിയ ഇരയല്ല. അടുത്തതായി ഭീമനെ ചൂണ്ടി പറഞ്ഞു, ഇവനെ കണ്ടാൽ അത്യാവശ്യം തടിമിടുക്കുണ്ട്, ഇവനെ വേണമെങ്കിൽ ഞാൻ ദ്വന്ദ്വ യുദ്ധത്തിന് വിളിക്കാം. ഭഗവാന്റെ ഉദ്ദേശം പോലെ കാര്യങ്ങൾ നീങ്ങി. ഭീമസേനനും ജരാസന്ധനും തമ്മിലിടഞ്ഞു. ഗദായുദ്ധം ആരംഭിച്ചു. ആ യുദ്ധങ്ങൾ തമ്മിലിടഞ്ഞപ്പോൾ മേഘഗർജനം മുഴങ്ങി, ഭൂമി കുലുങ്ങി, മരങ്ങൾ കടപുഴകി. ഗദ ജരാസന്ധന്റെ ശരീരത്തിലേറ്റപ്പോൾ ഗദ പൊടിഞ്ഞ് പൊടി തുല്യമായി. ആർക്കും ജയപരാജയങ്ങൾ പ്രവചിക്കാൻ വയ്യാതായി. പകൽ യുദ്ധം, രാത്രി മിത്രം, ഇപ്രകാരം 27 ദിനരാത്രങ്ങൾ കഴിഞ്ഞു. ജരാസന്ധന്റെ ഉൽപ്പത്തി പോലെ തന്നെ വിനാശവും വേണമെന്ന് ഭഗവാൻ കണക്കാക്കി. ദ്വന്ദ്വയുദ്ധത്തിൽ സ്വൽപ്പം ക്ഷീണിതനായ ഭീമൻ പെട്ടെന്ന് ഉന്മേഷവാനും ബലവാനുമായി കാണപ്പെട്ടു. ഭഗവാൻ തന്റെ ചൈതന്യം ഭീമനിൽ ആവാഹിച്ചതായിരുന്നു അതിന്റെ രഹസ്യം.
ഭീമന്റെ പരാക്രമത്തിന് മുന്നിൽ ജരാസന്ധൻ ചേമ്പിൻ തണ്ടുപോലെ ദുർബലനായി തീർന്നു. ജരാസന്ധന്റെ ഒരു പാദം ഇടതുകാൽ കൊണ്ട് ചവിട്ടി പിടിച്ചു, മറ്റേ കാൽ പിടിച്ചു വലിച്ചു. ജന്മസമയത്തെ പോലെ ജരാസന്ധൻ നടുകെ പിളർന്ന് 2 ഭാഗമായി. 2 പകുതികളും 2 ഭാഗത്തേക്കായി തൂക്കിയെറിഞ്ഞു. അതോടെ ജരാസന്ധൻ ഭീമഛേദിതനായി കാലപുരിയിലെത്തി.